ഹലോ മോനു, ഡാഡി ലണ്ടനിൽ പോയപ്പോൾ കണ്ട കാര്യങ്ങൾ പറയായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. ലണ്ടനിൽ ഭൂമിക്കടിയിലൊരു റെയിൽവേ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഭയങ്കര എലാബറേറ്റ് ആയിട്ടുള്ളൊരു റെയിൽവേ നെറ്റ്വർക്ക് ലണ്ടൻ എന്ന് പറയുന്ന സിറ്റി മൊത്തം ഉണ്ട്. അതായത് എപ്പം നോക്കിയാലും ഭൂമിക്കടിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പം പുറമേ കാണുന്ന ലണ്ടൻ മാത്രമല്ല, ഭൂമിക്കടിയിലും അത്രയും തന്നെ അതിൽ കൂടുതലോ തിരക്ക് ഭൂമിക്കടിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഡാഡിയുടെ കയ്യിലുണ്ട്. അത് കാണുമ്പോൾ മോന് ഈ അണ്ടർഗ്രൗണ്ട് റെയിൽവേ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു ഒരു ചെറിയ ഐഡിയ കിട്ടും. അതിൻ്റെ വീഡിയോസ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാം കേട്ടോ. ആദ്യം ലണ്ടൻ അണ്ടർഗ്രൗണ്ടിൻ്റെ ഒരു സിമ്പിളുണ്ട്, വളരെ ഫേമസ് ആണ്, ലോകം മൊത്തം ഫേമസ് ആണ്. ആ സിമ്പിൾ കണ്ട ഇത് ലണ്ടൻ അണ്ടർഗ്രൗണ്ട് റെയിൽവേ സിസ്റ്റത്തിൻ്റെ സിമ്പിളാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സിമ്പിൾ ഞാനിപ്പം കാണിച്ചു തരാം കേട്ടോ. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അണ്ടർഗ്രൗണ്ട്. മോനത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണേ. സിമ്പിൾ കണ്ടല്ലോ, ഇതാണ് ലണ്ടൻ അണ്ടർഗ്രൗണ്ടിൻ്റെ സിമ്പിൾ. ലണ്ടനിൽ പുറത്തൂടെ സഞ്ചരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ അണ്ടർഗ്രൗണ്ടിൻ്റെ ഈ സിമ്പിൾ കാണും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തിന് താഴോട്ട് സ്റ്റെപ്സൊക്കെ കാണും. അതുവഴി ഇറങ്ങിയാൽ നമുക്ക് അണ്ടർഗ്രൗണ്ടിലോട്ടുള്ള പോക്കാണ്. അത് ചുമ്മാ ഒന്ന് ഇറങ്ങിയാൽ ഉടനെ അണ്ടർഗ്രൗണ്ടിൽ എത്തത്തൊന്നുമില്ല. അതുവഴി താഴോട്ട് എസ്കലേറ്റർ ഉണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാനിനിയും കാണിച്ചു തരാം കേട്ടോ. താഴോട്ട് കുത്തനെ ഒരു ഇറക്കമാണ്. അങ്ങനെ ഡാഡി അങ്ങനെ കുറേ എസ്കലേറ്ററിൽ കയറി. അങ്ങനെ അതിനകത്ത് ഒരു എസ്കലേറ്ററിലെ വീഡിയോ ആണ് ഇപ്പം കാണിച്ചത്. ഇനി വേറൊരു എസ്കലേറ്ററിൽ താഴോട്ട് അങ്ങനെ ഒരു സ്റ്റേഷനിലോട്ട് ഇറങ്ങിപ്പോയതിൻ്റെ വീഡിയോ ഞാനിപ്പം കാണിക്കാം. അത് ഒത്തിരി രാത്രിയായപ്പോൾ എടുത്തത്, അതുകൊണ്ട് കുറച്ചുകൂടെ ആൾക്കാരുടെ എണ്ണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും എപ്പം നോക്കിയാലും നല്ല തിരക്കൊക്കെ തന്നെയാണ്. ഈ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക. Please take care of the escalators. Stand on the right, walk on the left. Hold on to the handrail and please do not rush. Ensure you hold on to all of your belongings at all times. അങ്ങനെ ഇതുപോലെ 1-2 എസ്കലേറ്ററിലൂടെ താഴോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും നമ്മൾ റെയിൽവേ പ്ലാറ്റ്ഫോമിലെത്തും. അണ്ടർഗ്രൗണ്ട് റെയിൽവേ പ്ലാറ്റ്ഫോം. അവിടെയാണ് ഈ ട്രെയിനുകൾ വരുന്നത്, അണ്ടർഗ്രൗണ്ട് ട്രെയിനുകൾ വരുന്നത്. ഈ അണ്ടർഗ്രൗണ്ട് ട്രെയിനിന് വേറൊരു പേരും കൂടെ ഉണ്ട് ഇവിടുത്തുകാർ പറയുന്നത്, ട്യൂബ് എന്നുള്ള പേരും ലോകം മൊത്തം ഫേമസ് ആണ്. ലണ്ടനിലെ ട്യൂബ് എന്ന് വെച്ചാൽ നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബല്ല. അതെന്തുകൊണ്ട് ആ പേരെന്ന് വെച്ചാൽ ഈ ടണലിൽ കൂടെയാണ് ഈ ട്രെയിനുകളെല്ലാം വരുന്നത്. എല്ലാം അണ്ടർഗ്രൗണ്ട് ടണലുകളല്ലേ. അപ്പോൾ ഈ ടണലിനകത്തൂടെ ഈ വരുന്നത് ഒരു ട്യൂബിനകത്തൂടെ പോകുന്ന പോലുള്ളൊരു എഫക്റ്റാണ്. ഈ ട്രെയിനൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമൊക്കെ കിട്ടും. അതിങ്ങനെ രമ്പി വരുന്നത് നമ്മൾ സാധാരണ വന്ദേ ഭാരതിനൊക്കെ കേൾക്കുന്ന ശബ്ദം പോലെയല്ല, ഒരു പ്രത്യേക സൗണ്ടാണ്.
ആ ടണലും ആ പ്രദേശമൊക്കെ ചെറുതായിട്ടൊന്ന് കിടുങ്ങുകയും ചെയ്യും. ഒരു നല്ലൊരു അനുഭവമാണ്. അപ്പോൾ ഈ ട്രെയിൻ വരുന്നതും അതിൻ്റെ ഡോറ് തുറക്കുന്നതും ആൾക്കാർ കയറുന്നതിൻ്റെയൊക്കെ ഒരു 1-2 വീഡിയോസും കൂടെ ഉണ്ട്. അതും കൂടെ ഞാനിപ്പോൾ ഷെയർ ചെയ്യാം കേട്ടോ. ആ കണ്ടതാണ് ലണ്ടനിലെ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ. ഇങ്ങനത്തെ ആയിരക്കണക്കിന് ഇഷ്ടം പോലെ ട്രെയിനുകൾ അങ്ങും ഇങ്ങും തലങ്ങും വിലങ്ങും മിനിറ്റിന് വെച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഡാഡി ഞെട്ടിപ്പോയി. എന്ത് ഓർഗനൈസ്ഡ് ആൻഡ് പ്ലാൻഡ് ആയിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്തേക്കുന്നതെന്ന്. ഭയങ്കരം തന്നെ. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ലണ്ടൻ മൊത്തം, ലണ്ടൻ എന്ന് പറയുന്നത് ചുമ്മാ ചെറിയ സ്ഥലമൊന്നുമല്ല, വലിയൊരു സിറ്റിയാണ്. ആ സിറ്റി മൊത്തം ഇതുപോലെ ടണലുകളാണെന്ന്. പണ്ട് വേൾഡ് വാർ 2 സമയത്ത് ആൾക്കാർ ടണലുകളിലൊക്കെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. കാരണം ഈ ജർമ്മൻ പ്ലെയിനുകളെല്ലാം വന്ന് ഇംഗ്ലണ്ടിൽ വന്ന് ബോംബ് ചെയ്യുമായിരുന്നു. അപ്പോൾ ബോംബിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി, സേഫായിട്ടിരിക്കാൻ വേണ്ടി ആൾക്കാർ ടണലിലോട്ട് വന്ന് താമസിക്കുമായിരുന്നു. കാരണം വീട്ടിലൊക്കെ താമസിച്ചാൽ പുറത്തല്ലേ, അപ്പം പ്ലെയിനൊക്കെ വന്നിട്ട് ബോംബ് ചെയ്യാനൊക്കെ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അന്ന് ടണലുകളിലൊക്കെ താമസിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പം അത്രയ്ക്ക് വലിയൊരു ചരിത്രവും ഉള്ള ഒരു സംഭവമാണ്. ഡാഡി ശരിക്കും ഇംപ്രസ്ഡായി. ഇനി ഒരു വീഡിയോ കൂടെ കാണിക്കാം. അതിനകത്ത് ആ അണ്ടർഗ്രൗണ്ട് ട്രെയിനിങ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന വേറൊരു വീഡിയോ കൂടെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മോന് ലണ്ടൻ അണ്ടർഗ്രൗണ്ടിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. മമ്മിയുടെ കൂടെ വരുമ്പോൾ നമുക്കെല്ലാവർക്കും ഉറപ്പായിട്ടും ലണ്ടൻ അണ്ടർഗ്രൗണ്ടിലെ ഈ ട്യൂബ് സിസ്റ്റത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണം. ഓക്കെ, അപ്പം മിടുക്കനായിട്ടിരിക്കുക, നല്ലതായിട്ട് പഠിക്കണം കേട്ടോ, ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കണം കേട്ടോ.